നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM-നും LDF-നും കനത്ത പരാജയം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും മെയ് 4-ന് പുറത്തുവരികയെന്ന് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ നേതാവ് M. സതീഷ്. തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ പലരും രഹസ്യമായി സഹായിച്ചിട്ടുണ്ടെന്നും DMF-ന്റെ നിലപാട് UDF-ന്റെ വിജയത്തിന് സഹായമായിട്ടുണ്ടെന്നും M. സതീഷ്. ജില്ലയിലെ CPM-ന്റെ കൈവശമുള്ള നെന്മാറ, തൃത്താല, ഒറ്റപ്പാലം, കോങ്ങാട് മണ്ഡലങ്ങളും LDF-ന്റെ കൈവശമുള്ള പട്ടാമ്പിയും ചിറ്റൂരും ഇടതുപക്ഷത്തിന് നഷ്ടമാകുമെന്നും DMF. ഒറ്റപ്പാലം കിഴക്കേ പാലത്തിന് ഒരു പ്രശ്നമില്ലെന്നും കിഴക്കേ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടാൻ മണ്ണെടുത്തപ്പോൾ കൂടുതൽ മണ്ണ് ഇടിഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്ന കാരണമെന്നും K. പ്രേംകുമാർ MLA. പാലത്തിൻ്റെ പണി വളരെ വേഗത്തിലാണ് നടക്കുന്നതെന്നും മറ്റ് ആരോപണങ്ങൾക്ക് പ്രശസ്തിയില്ലെന്നും MLA. പാലം പ്രവൃത്തിക്ക് ഒച്ചിൻ്റെ വേഗമെന്നും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും BJP. വടക്കുംനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിയതോടെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് സമാപനം. ആവേശകരമായ പകൽപൂരത്തിന് പിന്നാലെയാണ് ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങ് നടന്നത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒഴിവാക്കിയായിരുന്നു പൂരാഘോഷം. പെരുവമ്പ് ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗത്തിന് ഏപ്രിൽ 30-ന് തുടക്കം. വാർത്തകൾ വിശദമായി. CPM-നും LDF-നും കനത്ത പരാജയം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും മെയ് 4-ന് പുറത്തുവരികയെന്ന് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ നേതാവ് M. സതീഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ പലരും രഹസ്യമായി സഹായിച്ചിട്ടുണ്ടെന്നും DMF-ന്റെ നിലപാട് UDF-ന്റെ വിജയത്തിന് സഹായമായിട്ടുണ്ടെന്നും സതീഷ് പറഞ്ഞു. ജില്ലയിൽ CPM-ന്റെ കൈവശമുള്ള നെന്മാറ, തൃത്താല, ഒറ്റപ്പാലം, കോങ്ങാട് മണ്ഡലങ്ങളും LDF-ന്റെ കൈവശമുള്ള പട്ടാമ്പിയും ചുറ്റും ഇടതുപക്ഷത്തിന് നഷ്ടമാകുമെന്നും സതീഷ് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ CPM പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിനെതിരെ ജില്ലയുടെ പല ഭാഗത്തു നിന്ന് പരാതി ഉയർന്നെങ്കിലും ഒന്നും പരിഹരിക്കപ്പെട്ടില്ല. CPM ജില്ലാ നേതൃത്വത്തിൻ്റെ വഴിപിഴച്ച പോക്കിൽ പ്രതിഷേധിച്ചാണ് DMF രൂപീകരിച്ചത്. ജില്ലയിൽ രൂപീകരിച്ച DMF-ന് പാർട്ടി പ്രതിരോധങ്ങളെയും ഭീഷണികളെയും വകവയ്ക്കാതെ നിരവധി യഥാർത്ഥ സഖാക്കൾ പിന്തുണ നൽകി. കേരളത്തിലെ UDF തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടെ നടത്തിയ DMF-ന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ ലഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കൈവശമുള്ള നെന്മാറ, തൃത്താല, ഒറ്റപ്പാലം, കോങ്ങാട് മണ്ഡലങ്ങളും LDF-ന്റെ കൈവശമുള്ള പട്ടാമ്പിയും ചിറ്റൂരും അവർക്ക് നഷ്ടമാകും. ഇതിനിടയാക്കുന്നത് DMF-ന്റെ പ്രവർത്തനം കൂടിയാണ്. ജില്ലയിൽ സജീവമായ DMF സംസ്ഥാനത്ത് വ്യാപിക്കുന്നതിനോടൊപ്പം ജില്ലയിൽ വർഗ ബഹുജന സംഘടനാ രൂപീകരണവും നടക്കും. യഥാർത്ഥ ഇടതുപക്ഷവുമായി മാറുന്നതിന്റെ ഭാഗമായി CPM നേതാവ് CP ജോണുമായി സംസാരിച്ചിട്ടുണ്ടെന്നും M. സതീഷ് പറഞ്ഞു. ആരംഭിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം ഭാവിയിൽ അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു യഥാർത്ഥ ലെഫ്റ്റിസ്റ്റായി, ഒരു യഥാർത്ഥ ഇടതുപക്ഷമായി രൂപപ്പെടുന്ന നിലയിലേക്ക് മാറുന്നതിന് വേണ്ടി പോവുകയാണ്. ഇപ്പൊ സമാന ചിന്താഗതിയുള്ള ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന CMP പോലുള്ള പ്രസ്ഥാനം, CP ജോൺ, അദ്ദേഹത്തിനെ ഉൾപ്പെടെ ഞങ്ങൾ ബന്ധപ്പെടുകയും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരാളുമായിട്ടും ഈ കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. യഥാർത്ഥ ഇടതുപക്ഷ നിലപാടിൽ ഉയർത്തിപ്പിടിക്കുന്ന സമാന ചിന്താഗതിയും സമാന ആശയങ്ങളും പുലർത്തുന്നവരുമായി ഞങ്ങൾ നല്ല യോജിപ്പിലെത്തി അത് ഭാവിയിൽ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു യഥാർത്ഥ ഇടതുപക്ഷ പ്രസ്ഥാനമായി രൂപപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള ഈ കൺവെൻഷന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ മെയ് മാസം 20-ാം തീയതിയോടുകൂടി പാലക്കാട് ജില്ലയിലെ 311 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിപുലമായിട്ടുള്ള DMF-ന്റെ ജില്ലാ കൺവെൻഷൻ ചേരുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. DMF ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. ബാലൻ, V. ശാന്തകുമാർ, S. ശ്രീജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം കിഴക്കേ പാലത്തിന് ഒരു പ്രശ്നമില്ലെന്നും കിഴക്കേ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടാൻ മണ്ണെടുത്തപ്പോൾ കൂടുതൽ മണ്ണ് ഇടിഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും പ്രേംകുമാർ MLA പറഞ്ഞു. പാലത്തിൻ്റെ പ്രവൃത്തി വളരെ വേഗത്തിലാണ് നടക്കുന്നതെന്നും മറ്റ് ആരോപണങ്ങൾക്ക് ഒരു പ്രശസ്തിയുമില്ലെന്നും പ്രേംകുമാർ പറഞ്ഞു. അതേസമയം പാലം പ്രവൃത്തിക്ക് ഒച്ചിൻ്റെ വേഗതയാണെന്നും പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. 2024 ഫെബ്രുവരിയിലാണ് പഴയ പാലം നിലനിർത്തി തൊട്ടടുത്ത് തന്നെ പുതിയ പാലത്തിന് നിർമ്മാണം ആരംഭിച്ചത്. മറ്റു പാലങ്ങൾ ചെയ്യുന്നത് പോലെ പുതിയ പാലം നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. 1965 നിർമ്മിച്ച പാലം നിലനിർത്തി 25 സെൻറ്റിമീറ്റർ ദൂരത്താണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിലുള്ള പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. 4 ദിവസം മുന്നെയാണ് സംരക്ഷണ ഭിത്തിയുടെ പ്രവൃത്തി ആരംഭിച്ചത്. ഇപ്പോൾ നേരത്തെയുണ്ടായിരുന്ന പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് ഒരു ഭാഗം ഇടിഞ്ഞ് പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ബലമില്ലാത്ത മണ്ണായതിനാൽ
ഇടിയാൻ കാരണമായെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചതായി MLA പറഞ്ഞു. 30-ാം തീയതിക്കുള്ളിൽ കോൺക്രീറ്റ് ചെയ്യും. 6 മീറ്റർ ഉയരത്തിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം. 11 മീറ്റർ നീളമാണ് സംരക്ഷണ ഭിത്തിയുടെ ആകെ നീളം. പാലത്തിൻ്റെ പ്രവൃത്തി വേഗത്തിലാണ് നടക്കുന്നതെന്നും മറ്റ് ആരോപണങ്ങൾക്ക് പ്രശസ്തിയില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. പാലത്തിലൂടെയുള്ള ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ ഇതിലൂടെയുള്ള വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. ഒറ്റപ്പാലത്തേക്ക് വരേണ്ടതില്ലാത്ത വാഹനങ്ങൾ വഴി തിരിച്ചുവിടാനാണ് തീരുമാനം. വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനായി വാണിയംകുളം, ലക്കിടി, മംഗലം എന്നിവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിക്കും. ഈ സ്ഥലങ്ങളിൽ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഒറ്റപ്പാലത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ഇപ്പോൾ പാലക്കാട് നിന്ന് ഒരാൾ കുളപ്പുള്ളിക്ക് പോവുകയാണ്, അവർക്ക് ടൗണിൽ വരേണ്ട കാര്യമില്ല. മംഗലത്ത് നിന്നാണെങ്കിൽ അങ്ങനെ അവരെ തിരിച്ച് വാണിയംകുളം വഴി അങ്ങനെ വിടാനുള്ള ഒരു ക്രമീകരണം. അപ്പോൾ പാലക്കാട് SP-യുമായും സബ് കളക്ടറുമായും എല്ലാം ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടറെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ല, അവരെയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. പോലീസിനൊന്നും അങ്ങനെ 24/7 എന്ന നിലയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ധാരാളം ആളുകൾ നമുക്ക് വേണ്ടി വരും. എങ്കിലും നമുക്ക് മംഗലത്ത്, വാണിയംകുളത്ത്, അതുപോലെ തന്നെ മുരുക്കുംപറ്റ, പുളിഞ്ചോട്, ഈസ്റ്റ് ഒറ്റപ്പാലം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒറ്റപ്പാലത്തേക്ക് വരാവുന്ന സ്ഥലത്ത്, ഇപ്പൊ ഞാൻ പറയുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് അമ്പലപ്പാറയിൽ നിന്ന് ഒരാൾക്ക് ഒറ്റപ്പാലത്തേക്ക് വരണമെങ്കിൽ പുളിഞ്ചോട് നിന്ന് മയിലുംപുറം തോട്ടക്കര വഴി വരാൻ പറ്റും. അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു അവിടെ സ്ഥലത്തെല്ലാം കോഷൻ ബോർഡുകൾ വയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനവുമാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്തിട്ടുള്ളത്. പുതുതായി നിർമ്മിക്കുന്ന കിഴക്കേ പാലത്തിൻ്റെ പ്രവൃത്തി K. പ്രേംകുമാർ MLA-യുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി. പാലത്തിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ, വൈസ് ചെയർമാൻ K. രാജേഷ്, ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപത്ത് തോടിൻ്റെ കുറുകെ 5.08 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 3 സ്പാനോടുകൂടി 50 മീറ്റർ നീളമുള്ള പാലത്തിന് നടപ്പാതയടക്കം 9 മീറ്റർ വീതിയുണ്ടാകും. 1.2 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 125 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കും. നിലവിലെ പാലത്തിൻ്റെ വടക്കുഭാഗത്തുള്ള 2 സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുടർന്നും വിനിയോഗിക്കും. അതേസമയം പാലം പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണ് നടക്കുന്നതെന്നും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും BJP പ്രവർത്തകൻ C. സജിത്ത് ആവശ്യപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, ഈ ഈസ്റ്റ് ഒറ്റപ്പാലം പ്രദേശത്ത് പണിയുന്ന ഈ പാലം ഇതിന്റെ അലൈൻമെന്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇതിന്റെ പേപ്പർ വർക്കുകൾ, ഇത് അലൈൻമെന്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇതിന്റെ പ്ലാൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി നടപടികൾ ചെയ്തു. അത് എന്തിനു വേണ്ടി ചെയ്തു? തൊട്ടടുത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്മാരകം സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഈ പറയുന്ന പാലത്തിന്റെ ഒരു സൈഡ് റോഡിലേക്ക് ഇത്രയും കയറി വന്നത്. ഇന്നിപ്പോൾ നിലവിൽ സഞ്ചരിക്കുന്ന റോഡ് പോലും തകർച്ചയുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച എന്ന് പറഞ്ഞ് ഇന്നടക്കം അവിടെ പണികൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും. 1-2 ആളുകളാണ് ഈ പറയുന്ന ഈസ്റ്റ് പാലത്തിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മാൻ പവർ ഉപയോഗിച്ച് പണിത് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ പണി ഇനിയും 1-2 വർഷം നീണ്ടുപോകും. ഇനി വരാൻ പോകുന്നത് ജൂൺ മാസമാണ്. ജൂൺ മാസത്തിൽ കാലവർഷം എത്തും. ആ സമയത്ത് ഈ പാലത്തിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഉള്ള റോഡിലൂടെയും ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കുംനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തെ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിയതോടെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് സമാപനം. ആവേശകരമായ പകൽപൂരത്തിന് പിന്നാലെയാണ് ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങ് നടന്നത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒഴിവാക്കിയായിരുന്നു പൂരാഘോഷം. സംസ്ഥാനത്തെ അവയവ മാറ്റിവെക്കൽ ചരിത്രത്തിലെ ആദ്യ ഗുണഭോക്താവ് മാത്യു അച്ചരൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. 10 വർഷം മുൻപ് നാവിക ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന ഹൃദയം കൊച്ചി ലിസി ഹോസ്പിറ്റലിൽ വെച്ചാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തി തുന്നിച്ചേർത്തത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. കളക്ടർ MG രാജമാണിക്യമായിരുന്നു കോർഡിനേഷൻ നിർവഹിച്ചത്. നീലകണ്ഠ ശർമ്മ എന്ന വ്യക്തിയുടെ ഹൃദയമാണ് മാത്യു അച്ചരന് നൽകിയത്. ഒറ്റപ്പാലം പരമുണ്ണ സ്വദേശിയായ 15-കാരി ബസ്സിൽ കുഴഞ്ഞു വീണു. ബസ്സുകാർ ഉടൻ തന്നെ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തിങ്കളാഴ്ച കാലത്ത് 10:30യോടെയാണ് സംഭവം ഉണ്ടായത്. പാലപ്പുറത്ത് നിന്ന് ക്ലാസ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് സംഭവം. വിദ്യാർത്ഥി ആദ്യം കയറിയ ബസ് കേടുവന്നതിനെ തുടർന്ന് പിന്നീട് കയറിയ ബസ്സിൽ തിക്കും തിരക്കും കൂടുതലായിരുന്നു. പാലത്തിൽ ഗതാഗതക്കുരുക്കുള്ളതിനാൽ ഏറെ നേരം സമയമെടുത്താണ് ബസ് യാത്ര തിരിച്ചത്. അപ്രഖ്യാപിത പവർ കട്ട് പിൻവലിക്കുക, KSEBയുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുതുപരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒലവക്കോട് സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. UDF മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി A. സുരേഷ് ഉദ്ഘാടനം ചെയ്തു.
കറണ്ട് കട്ട് പിൻവലിക്കൂ സർക്കാരെ ചുട്ടുകൊള്ളും വെയിലത്ത് ജനങ്ങളാകെ ദുരിത. യൂണിറ്റ് 4 രൂപയ്ക്ക് വൈദ്യുതി കിട്ടാനായി ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ച ദീർഘകാല കരാർ അട്ടിമറിച്ചത് പിണറായി സർക്കാരാണ്. 4 രൂപ വൈദ്യുതി കിട്ടാവുന്ന കരാർ മാറ്റി 10 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിക്കാൻ തീരുമാനിച്ചതിൽ കോടികളുടെ അഴിമതിയുണ്ട്. കോടികളുടെ അഴിമതി ലക്ഷ്യം വെച്ചാണ് LDF സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മനുഷ്യരെ കൊല്ലാൻ പ്രളയം സൃഷ്ടിച്ചവർക്ക് ജനങ്ങൾക്ക് മേലുള്ള ഭാരം വേദനിപ്പിക്കില്ലെന്നും സുരേഷ് പറഞ്ഞു. ഈ പവർ കട്ടുള്ള കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരുമോ? ജനങ്ങൾക്ക് ഉറക്കില്ല. നിങ്ങൾ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ പവർ കട്ട് ചെയ്യൂ, പറഞ്ഞ് പ്രഖ്യാപിക്കൂ. അപ്പൊ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പുണ്ടാവും. രാത്രി ഈ പാവപ്പെട്ട കുട്ടികൾ, വൃദ്ധർ, അസുഖം ബാധിച്ച ആളുകൾ വീട്ടിൽ കിടക്കുമ്പോൾ കറണ്ട് പോവാണ് സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ രാത്രി നേരത്ത്. പകൽ നേരത്തെ ഏത് സമയത്ത് കറണ്ട് പോകുന്നറിയില്ല. പകല് 42 ഡിഗ്രി ചൂടിൽ ഞങ്ങൾക്ക് ജനങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ, വീട്ടിലിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് ഇൻവെർട്ടർ ഉണ്ടാവും, വലിയ ബാറ്ററി ഉള്ള നിങ്ങൾക്ക് ഇൻവെർട്ടർ ഉണ്ടാവും. നിങ്ങൾ സുഖ ശീതളമയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെ UDF-ന്റെ LDF-ന്റെ MLA-മാർ ഉൾപ്പെടെ ആളുകൾ സുഖ ശീതളമയിലാണ്. ഈ ഇപ്പുറത്തിരിക്കുന്ന KSCB ഓഫീസിലെ ആളുകളും അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ആളുകളാണ്. നല്ല ശമ്പളമുണ്ട് KSCB-യിൽ. അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അത്ര കഠിനാധ്വാനികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് KSCB-യിലുള്ള. എങ്കിലും നിങ്ങളിരിക്കുന്ന സുഖ ശീതളമിലേക്ക് ഞങ്ങൾ കയറി വരും. നാട്ടുകാരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രി നിങ്ങളുടെ ഓഫീസിലേക്ക് കിടന്നുറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഇനി കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞ മന്ത്രി വീട്ടിൽ ഉറങ്ങില്ല. ഇനി ഇത്തരത്തിൽ പവർ കട്ട്, അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടായാൽ ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലിരിക്കില്ല. ഞങ്ങൾക്ക് വിശ്രമമില്ല. ഞങ്ങൾ ജയിക്കുന്ന ഉറപ്പായിട്ട് ഞങ്ങൾ സമരത്തിൽ ഇറങ്ങിയത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായ ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനമായതുകൊണ്ടാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ പൂച്ചിറ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MV രാധാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ P ഖാജ മൊയ്തീൻ, NM സ്വാമിനാഥൻ, AC സിദ്ധാർത്ഥൻ, ഷാജു ജോൺ, MR ഷിജു, NK കൃഷ്ണൻകുട്ടി, മുത്തുപ്പ കുഞ്ഞുമരക്കാർ, സതീഷ് CC, സുജാത, സ്വാമിനാഥൻ, K കോമളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ വകുപ്പുകളുടെ യോഗം ഉടൻ ചേർന്ന ശേഷം ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല പറഞ്ഞു. കടുത്ത ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്തെ കനത്ത ചൂട് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ പദ്ധതി നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. വിവിധ വകുപ്പ് അധികാരികളുടെ യോഗം ഉടൻ വിളിച്ചു ചേർത്ത ശേഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ ഉടൻ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല STVയോട് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ യോഗം വിളിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ചാപ്രറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ച ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ യുദ്ധം മൂലമുണ്ടായ വിലവർധന ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത് BIയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് സംസ്ഥാന ചെയർമാൻ സതീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബിൽഡിംഗ് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടു പ്രവർത്തിക്കുന്നതാണ് BII. നിർമ്മാണ മേഖലയിൽ ലോകത്ത് 3ാം സ്ഥാനത്ത് മത്സരിക്കുന്ന ഇന്ത്യയിൽ BII കനത്ത സംഭാവനയാണ് നൽകുന്നത്. മേഖലയിലെ അനുബന്ധമായിട്ടുള്ള ആളുകളുടെയും വെൻഡേഴ്സ്, അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള കോൺട്രാക്ടേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഓൾ ഓവർ ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാം. കാശ്മീർ മുതൽ കന്യാകുമാരിൻ്റെ ഉള്ളിൽ തന്നെ 264 മെമ്പേഴ്സ് സെന്റേഴ്സും അതേപോലെ തന്നെ 2 ലക്ഷത്തിൽ പരം മെമ്പേഴ്സുമുള്ള ഒരു വലിയ സംഘടനയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. കേരളത്തിൽ 22 സെന്ററുകളാണ് നമുക്ക് ഇപ്പം നിലവിലുള്ളത്. 22 സെന്ററുകളിലായിട്ട് 1600ഓളം ആക്റ്റീവ് മെമ്പേഴ്സ് നമുക്ക് പ്രവർത്തിക്കുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, കേരളത്തിൽ ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മൾ വേൾഡിൽ 3ാം സ്ഥാനത്തിലേക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന സമയത്ത് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ പോലുള്ള ഒരു സംഘടനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. യുദ്ധം മൂലം നിർമ്മാണ വസ്തുക്കൾക്ക് 40% മുതൽ 120% വരെയാണ് വില വർദ്ധിച്ചത്. അനിയന്ത്രിതമായ വില വർധനവ് തടയാൻ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തിയത് BIയുടെ സമ്മർദ്ദം മൂലമാണ്. നിർമ്മാണ മേഖലയിലെ ഇടപെടൽ കൂടാതെ സാമൂഹിക സേവന മേഖലകളിലും BII സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെന്നും സതീഷ് കുമാർ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി M മനോജ്, ഗിരീഷ് കുമാർ, അസീസ് അൻസാരി, AV രാജപ്പൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 32 വർഷത്തെ ഔദ്യോഗിക ചുമതലയിൽ നിന്നും വിരമിക്കുന്ന വാടനാംകുറിശ്ശിയിലെ സത്യഭാമ ടീച്ചറുടെ യാത്രയയപ്പ് ചടങ്ങ് ആഘോഷമായി മാറി. ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ 90ഓളം വരുന്ന അമ്മമാരുടെ സ്മൃതി സംഗമം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ഒരുക്കിയത്. ഇതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉണ്ടായിരുന്നു.
കൊച്ചുകുട്ടികൾ നൽകിയ പൂക്കൾ ഏറ്റുവാങ്ങി സത്യഭാമ ടീച്ചർക്ക് സ്നേഹോഷ്മളമായ യാത്രയപ്പ് ചടങ്ങുകളിലേക്ക് സ്വീകരണം. കുട്ടികളും അമ്മമാരും പ്രദേശനിവാസികളും ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളും അടക്കം നിരവധി പേരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യഭാമ ടീച്ചർക്ക് യാത്രയപ്പ് ചടങ്ങ് ഒരുക്കിയത്. വാരണാസിയിലെ ശ്രീദേവി ഹാളിലായിരുന്നു ഈ ചടങ്ങ്. 1994 ടീച്ചർ അംഗനവാടിയിലെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം പോർക്കോട്ടുപറമ്പിലെ അംഗനവാടിയിൽ 13 വർഷത്തോളം ജോലി ചെയ്തു. പിന്നീട് വാരണാസിയിലെ 27 നമ്പർ അംഗനവാടിയിൽ 19 വർഷക്കാലം അംഗനവാടി ടീച്ചറായി പ്രവർത്തിച്ചു. അങ്ങനെ 32 വർഷത്തെ ഔദ്യോഗിക ചുമതലയിൽ നിന്നും സത്യഭാമ ടീച്ചർ പടിയിറങ്ങുകയാണ്. എന്നാൽ യാത്രയപ്പ് ചടങ്ങ് ആഘോഷമാക്കി മാറ്റാൻ സ്മൃതി സംഗമം കൂട്ടായ്മ തീരുമാനിച്ചിരുന്നു. ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ 90ഓളം വരുന്ന അമ്മമാരുടെ സ്മൃതി സംഗമം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഗംഭീരമായ യാത്രയപ്പ് ഒരുക്കിയത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മുതിർന്ന അംഗനവാടി വർക്കർ ദാക്ഷായണി സത്യഭാമ ടീച്ചറെ പൊന്നാടയണിച്ച് ആദരിച്ചു. പിന്നീട് കേക്ക് മുറിച്ചും ചടങ്ങ് ആഘോഷമാക്കി മാറ്റി. നിരവധി പേരുടെ ഉപഹാരവും ടീച്ചർ ഏറ്റുവാങ്ങി. ഇത്തരമൊരു ചടങ്ങ് തൻ്റെ ജീവിതത്തിൽ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്ന് സത്യഭാമ ടീച്ചർ STVയോട് പറഞ്ഞു. ജോയിൻ ചെയ്ത് 1994 പിന്നെ അവിടെ 13 വർഷം ജോലി ചെയ്തു കോർപ്പറേറ്റ് അംഗനവാടിയിൽ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വാടകനിച്ച് അംഗനവാടിയിലേക്ക് വന്നിട്ട് 2007 വന്നത്. 19 വർഷമായി. അങ്ങനെ 32 വർഷം ഞാൻ ജോലി ചെയ്തു. ഇനി എന്തെന്നുള്ളത് ഈ യാത്രയായിട്ട് ഭയങ്കര ഒരു സർപ്രൈസായി എനിക്ക്. എൻ്റെ അമ്മമാരെയും കുട്ടികളെയും എൻ്റെ പിഞ്ചു കുട്ടികളിൽ നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കണ്ടതും ഭയങ്കര സന്തോഷമായി. എനിക്ക് കുട്ടികളൊരു സർപ്രൈസ് തന്നെ തന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, മെമ്പർ K അശോകൻ, മുൻ മെമ്പർമാരായ വിനീത, രാജേഷ്, ALMC അംഗങ്ങളായ സോമസുന്ദരൻ, പ്രശാന്ത്, അഭിലാഷ്, മറ്റു സഹപ്രവർത്തകർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രജിത സ്വാഗതവും പ്രിയങ്ക നന്ദിയും പറഞ്ഞു. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രദേശനിവാസികളുടെയും മികച്ച പങ്കാളിത്തം കൊണ്ട് ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി. ഇതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഉണ്ടായിരുന്നു. വിവിധ ഗ്രൂപ്പുകളുടെ ഫോട്ടോ സെക്ഷനോടുകൂടിയാണ് ചടങ്ങിന് പരിസമാപ്തിയായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരുവമ്പ് ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗത്തിന് ഏപ്രിൽ 30 തുടക്കമാകും. ഭൂമിശാസ്ത്ര പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് യാഗത്തിന് പെരുവമ്പ് തളി ക്ഷേത്രം തിരഞ്ഞെടുത്തതെന്ന് യജ്ഞജരൻ മാടവന വേണു നമ്പൂതിരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭാരതത്തിൽ രണ്ടാമത്തെ ശൈവ വൈഷ്ണവ ശാക്തേയ യാഗമാണ് പെരുവമ്പ് തളി ക്ഷേത്രത്തിൽ നടക്കുന്നത്. 101 കുളം, 101 ക്ഷേത്രം, 101 കിണർ എന്ന പ്രത്യേകതയുള്ളത് കൊണ്ടാണ് യാഗത്തിന് പെരുവമ്പിനെ തിരഞ്ഞെടുത്തത്. അത് നടത്തിയത് എൻ്റെ ഗുരുനാഥനായ അടർത്ത് ശാസ്ത്രം നമ്പൂതിരിപ്പാടാണ്. പിന്നീട് ഇപ്പോൾ നടത്തുന്നതാണ് പെരുവമ്പ്. ഈ പെരുവമ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 101 കുളം, 101 ക്ഷേത്രം, 101 കിണറുകളാണ്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇല്ലാന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ് പെരുവമ്പ്. പെരുവമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിലാണ് ഒരു യാഗം നടത്തുന്നത്. ആ തളി മഹാദേവ ക്ഷേത്രം നമ്മുടെ പൂമുള്ളി ആളത്തമ്പുരാൻ്റെ ഒരു കുടുംബമുണ്ട്, അവരുടെ ക്ഷേത്രമാണ്. അപ്പോൾ ആ പൂമുള്ളി വെങ്കാരുടെ അമ്പലമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് 700-900 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ വെച്ചിട്ടാണ് ഈ യാഗം നടത്തുന്നത്. ഏപ്രിൽ 30 ദീപം തെളിയിക്കുന്നതോടെ ആരംഭിക്കുന്ന യാഗത്തിൽ പ്രഥമ ദിനത്തിൽ ശൈവരീതിയിലും, രണ്ടാമത്തെ ദിനത്തിൽ വൈഷ്ണവ ആചാരപ്രകാരവും, മൂന്നാം ദിനത്തിൽ ശാക്തേയ വിധിപ്രകാരവും യാഗം നടക്കും. ആത്മീയ ഉണർവിനും സാമൂഹിക ഐക്യവും ലക്ഷ്യം വെച്ചാണ് യാഗം നടത്തുന്നത്. 3 ദിനങ്ങളിലും ആത്മീയ സാംസ്കാരിക പരിപാടികളും പ്രത്യേക വിശേഷാൽ പൂജകളും നടക്കുമെന്നും മാടവന വേണു നമ്പൂതിരി പറഞ്ഞു. കൺവീനർ ശ്യാം ചൈതന്യ, സെക്രട്ടറി ജയപ്രകാശ്, വൈസ് ചെയർമാൻ അച്യുതൻ നടുവത്ത്, രമേശ് മച്ചാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-നും LDF-നും കനത്ത പരാജയം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും മെയ് 4 പുറത്തുവരികയെന്ന് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ നേതാവ് M സതീഷ്. തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ പലരും രഹസ്യമായി സഹായിച്ചിട്ടുണ്ടെന്നും DFF-ന്റെ നിലപാട് UDF-ന്റെ വിജയത്തിന് സഹായമായിട്ടുണ്ടെന്നും M സതീഷ്. ജില്ലയിലെ CPM-ന്റെ കൈവശമുള്ള നെന്മാറ, തൃത്താല, ഒറ്റപ്പാലം, കോങ്ങാട് മണ്ഡലങ്ങളും LDF-ന്റെ കൈവശമുള്ള പട്ടാമ്പിയും ചിറ്റൂരും ഇടതുപക്ഷത്തിന് നഷ്ടമാകുമെന്നും DMF.
ഒറ്റപ്പാലം കിഴക്കേ പാലത്തിന് ഒരു പ്രശ്നമില്ലെന്നും കിഴക്കേ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടാൻ മണ്ണെടുത്തപ്പോൾ കൂടുതൽ മണ്ണ് ഇടിഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്ന കാരണമെന്നും കെ പ്രേമകുമാർ MLA. പാലത്തിന്റെ പണി വളരെ വേഗത്തിലാണ് നടക്കുന്നതെന്നും മറ്റ് ആരോപണങ്ങൾക്ക് പ്രശസ്തിയില്ലെന്നും MLA. പാലം പ്രവൃത്തിക്ക് ഒച്ചിന്റെ വേഗമെന്നും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും BJP. വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിയതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് സമാപനം. ആവേശകരമായ പകൽപൂരത്തിന് പിന്നാലെയാണ് ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങ് നടന്നത്. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒഴിവാക്കിയായിരുന്നു പൂരാഘോഷം. പെരുവമ്പ് ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗത്തിന് ഏപ്രിൽ 30 തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.